ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ ബെല്ലൈക്കൻ അമർത്തുക, ആ ഒരു സബ്സ്ക്രൈബ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി ഒന്ന് ടാപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഭയത്തെ കീറി മുറിച്ചുകൊണ്ട് തൻ്റെ ഇടത്തോടെ മുന്നോട്ട് വരാൻ ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി ഈ വ്യക്തി എന്തിനും തയ്യാറാണ്. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സന്റെ കംപ്ലീറ്റ് എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് മുഴുവനുമായി കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. യെസ്, ന്യൂ മൂൺ ഇൻ കാപ്രിക്കോൺ ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ കാപ്രിക്കോൺ എന്താ പറയുക, ന്യൂ മൂൺ എനർജിയാണ്. അപ്പൊ ന്യൂ മൂൺ എനർജി എന്ന് പറയുമ്പോൾ തന്നെ കാപ്രിക്കോൺ എന്ന് പറയുമ്പോൾ തന്നെ എർത്ത് സൈൻ ആണ്. പക്ഷെ ഇന്ന സൈൻ എന്നുള്ളതില്ല, എല്ലാവർക്കും ഇത് കാണാവുന്നതാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന സോഡിയക് സൈൻ നമ്മൾ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം, അല്ലാതെ ഇന്ന സൈൻ ഇന്ന ആൾക്കാർക്ക് മാത്രം, ഞാൻ ഈ പറയുന്ന സോഡിയക് സൈൻ ഉള്ള ആൾക്കാർക്ക് മാത്രം ആണ് ഈ റീഡിംഗ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും കാണാം. നമ്മൾ കിട്ടുന്ന സൈൻ പറയുന്നു എന്ന് മാത്രം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ന്യൂ മൂൺ ഇൻ കാപ്രിക്കോൺ ആണ്. സ്റ്റെപ്പ് അപ്പ് ആൻഡ് ലീഡ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ ഏറ്റവും ആദ്യത്തെ ആ ഒരു സ്റ്റേജിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ചന്ദ്രൻ ഇവിടെ ഒട്ടും തന്നെ വലുതായിട്ടില്ല, ചന്ദ്രന്റെ തുടക്കത്തിലാണ് കാണിക്കുന്നത്. ചന്ദ്രന്റെ എനർജി വരിക എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ആൻഡ് ലീഡ് ആണ് കാണിക്കുന്നത്. മുന്നോട്ട് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് വരിക, മുന്നോട്ട് വരണം. അല്ലെങ്കിൽ ഞാനിങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ഓക്കെ, ഞാനിങ്ങനെ നിന്നിട്ട് കാര്യമില്ല, എനിക്ക് മുന്നോട്ട് വന്നേ മതിയാകൂ, എനിക്ക് മുന്നോട്ട് വന്നാൽ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനും പുതിയ പുതിയ അഭിപ്രായങ്ങൾ പറയാനും പുതിയ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തിയെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, ഇപ്പൊ പേടിയായിരിക്കാം ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ശത്രുക്കളായിരിക്കാം, എതിരായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ആ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള ഒരു തൻ്റെടമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബ്രില്യൻ ബിലീഫ്സ് ആണ്, ലുമിനസ് ലൈഫ് ഫോഴ്സ് ആൻഡ് പേഴ്സണൽ പവർ ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസം വളരെയധികം വർദ്ധിച്ചു എന്നുള്ളതാണ്. അതുപോലെ സ്വന്തമായിട്ടുള്ള എനർജി, ഒരു ശരാശരി ഒരു മനുഷ്യനെടുത്ത് നോക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ കോൺഫിഡൻസ് അനുസരിച്ചിരിക്കും ആ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും, പേടിയായിരിക്കും കൂടുതൽ. അങ്ങനെയുള്ള ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവില്ല, പേഴ്സണൽ പവർ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിലായിരുന്നു ഈ വ്യക്തി എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ പവറിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വിശ്വാസത്തിലേക്കും, വളരെ നല്ല ആത്മവിശ്വാസത്തിലേക്കും പേഴ്സണൽ പവറിലൂടെയുമാണ് ഈ വ്യക്തി തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് എന്താണോ ഇല്ലാതിരുന്നത് ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള
ഒരു മനോധൈര്യത്തോടെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്തെന്നില്ലാത്ത വിശ്വാസം, ഭക്തി, പ്രാർത്ഥന, ആത്മവിശ്വാസം, ലക്ഷ്യബോധം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയിൽ പ്രകടമായി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഏഞ്ചൽ കാർഡാണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് മിഖായേൽ ഏഞ്ചലിന്റെ സാന്നിധ്യമാണ്. അതായത് ഇവിടെ നിങ്ങൾ രണ്ടുപേരും അലട്ടിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതിൽ നിന്നും നിങ്ങൾ ഫ്രീ അപ്പ് ആകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളെ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മിഖായേൽ ഏഞ്ചൽ ആണ് നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ന്യൂ ഓപ്പർച്യൂണിറ്റി ഫോർ ഹാപ്പിനെസ് വിൽ നൗ ഫോളോ. പുട്ട് ദ പാസ്റ്റ് ബിഹൈൻഡ് യു. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് എത്ര തന്നെ നെഗറ്റീവ് ആണെങ്കിൽ പോലും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരികയാണ്. ആ അവസരങ്ങളെല്ലാം തന്നെ സന്തോഷത്തിലേക്കാണ് നിങ്ങളെ നയിക്കാൻ പോകുന്നത്, നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആ അവസരങ്ങളെല്ലാം നിങ്ങളെ കൊണ്ടുപോകുന്നത് സന്തോഷത്തിന്റെ നാളുകളിലേക്കാണ്, സന്തോഷത്തിന്റെ സാഹചര്യങ്ങളിലേക്കാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് മിഖായേൽ ഏഞ്ചൽ ആണ്. അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഭാഗ്യങ്ങളും നിങ്ങൾക്ക് കൈവരാൻ സാധിക്കും, നിങ്ങൾക്ക് കൈവരും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ. പേടിച്ച് വിറച്ചിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ നമുക്കൊരു ലവ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത് സോൾ ടൈ ആണ്. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു ആണ്. ഈ പേഴ്സൺ എപ്പോഴും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ശരീരം കൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ ചിന്തകൾ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്, ഈ വ്യക്തിയുടെ അഭിപ്രായമായിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ എല്ലാ തരത്തിലും നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ആത്മാക്കൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഈ വ്യക്തി പലപ്പോഴും മനസ്സിൽ പറയുന്നു. അതായത് എന്തോ ഒരു ആത്മബന്ധം നമ്മൾ പറയില്ലേ, നമുക്ക് ചില വ്യക്തികളോട് നമുക്കത് ഉണ്ടാകും. ഇപ്പൊ പ്രണയം മാത്രമല്ല, അല്ലാത്ത ചില കണക്ഷൻസിലും നമുക്കിത് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ എന്തോ ഒരു ആത്മബന്ധം എനിക്ക് ഇതിനോട് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് ഈ ഒരു വ്യക്തിയോട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളെ കുറിച്ച് ഒരുപാട് ഈ പേഴ്സൺ തിരക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ പേഴ്സന്റെ മുന്നിൽ പിടികിട്ടാ പുള്ളിയായിട്ട് നിങ്ങൾ നടക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സങ്കടം തോന്നിയിട്ടുണ്ടാകാം. നിങ്ങൾ മനഃപൂർവ്വം ഈ വ്യക്തിയിൽ നിന്നും അകന്ന് കഴിയുന്നുണ്ടാകാം. ഈ വ്യക്തിയുടെ പുറകെ പണ്ട് പോയിരുന്നത് നിങ്ങളായിരുന്നു, ഇപ്പൊ പുറകെ പോവല് നിർത്തി. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വഴി തേടി, നിങ്ങളുടെ ജീവിതം തേടി, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഇതും നമുക്കിവിടെ കാണാനായി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എവിടെയാണ്, എന്ത് ചെയ്യാണ്, ഏത് സാഹചര്യത്തിലാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു കണക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷൻ ആണ്. കാരണം ഇവിടെ ഒരു സ്ത്രീയെയും പുരുഷനെയുമാണ് കാണിക്കുന്നത്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു സോൾ കണക്ഷൻ നമുക്കിവിടെ ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എല്ലാ തരത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിലൂടെ മാത്രമാണ്. നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലൂടെയാണ് ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ നിറവേറ്റാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സോൾമേറ്റ് കണക്ഷൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷനും കൂടി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് പലവർക്കും നിങ്ങൾക്ക് സംശയം തോന്നിക്കുന്ന ഒരു കണക്ഷനും കൂടി ആയിരിക്കാം. ഇതെങ്ങനെയുള്ള കണക്ഷനാണ്, ഇതെന്താണ്, ഏതാണ്, എപ്പോഴും തടസ്സങ്ങൾ വരുന്നത് കാരണം ഇതെങ്ങനെയുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ ഈ ബന്ധത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ, ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം. അപ്പൊ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു സോളുകൾ തമ്മിൽ ഭയങ്കര
ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ, അതിതീവ്രമായിട്ടുള്ള ഒരു ആഴമേറിയ ബന്ധം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല പ്യുവർ ഇന്റൻഷൻ ആണ്. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പലതുമായിരുന്നു. ഇപ്പൊ ആദ്യം ഒരുപക്ഷെ നിങ്ങളെ ഒരു നേരം പോക്കിന് വേണ്ടിയായിരിക്കാം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടൈം പാസ് ആയിരിക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സീരിയസ് ആവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് ഈ പേഴ്സണ് വേണ്ടത്, നിങ്ങളെ മാത്രം മതി, നിങ്ങളുടെ സ്നേഹം മതി എന്നുള്ളൊരു ലെവലിലേക്ക് വരികയാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് വളരെ പ്യുവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ഉദ്ദേശമല്ല ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അത്രയും പ്യുവർ ആയിട്ടുള്ള, അത്രയും അതിന്റെ പ്യൂരിറ്റിയുടെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ശുദ്ധതയുള്ള, യാതൊരു തരത്തിലും ഒരു നെഗറ്റീവും കലരാത്ത, അത്രയും പോസിറ്റീവായിട്ടുള്ള, അത്രയും ശുദ്ധത നിറഞ്ഞിട്ടുള്ള ഒരു ഉദ്ദേശമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് ചിലപ്പോൾ താല്പര്യമില്ലായിരിക്കാം, നിങ്ങളെ സ്നേഹിക്കാൻ മാത്രമായിരിക്കാം ഇഷ്ടമുണ്ടായിരുന്നത്. നിങ്ങളെ സ്വന്തമായി ചേർത്ത് പിടിക്കാനോ കല്യാണം കഴിക്കാനോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങളോടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് തന്നെയാണ്. അത്രയും പരിശുദ്ധമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ദിനം പ്രതി ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ചിന്താഗതി ആയിക്കോട്ടെ, സ്നേഹത്തിന്റെ ആഴമായിക്കോട്ടെ, ആത്മാർത്ഥതയുടെ ആഴമായിക്കോട്ടെ, ചിന്തകളുടെ ശക്തി ആയിക്കോട്ടെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പവിത്രത ആയിക്കോട്ടെ, എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ല രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.